ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. FAR ഫിൽറ്റർ ഡിസൈൻ യൂസിങ് വിൻഡോസ്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താ വിൻഡോസ് എന്ന് പറഞ്ഞു. അതായത് വിൻഡോസ് ശരിക്കും യൂസ് ചെയ്യുന്ന നമ്മുടെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇമ്പൾസ് സീക്വൻസിനെ ഫൈനൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വിൻഡോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡോസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെക്റ്റാങ്കുലർ വിൻഡോ ആണ്. ആ റെക്റ്റാങ്കുലർ വിൻഡോയുടെ ഒരു ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രോബ്ലമാണ്. അതായത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന പ്രോബ്ലമാണ് ഞാനിപ്പോൾ ഇത് എഴുതിയേക്കുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ എ ലീനിയർ ഫേസ് FAR ലോ പാസ് ഫിൽറ്റർ യൂസിങ് റെക്റ്റാങ്കുലർ വിൻഡോ ബൈ ടേക്കിംഗ് 7 samples of window sequence and with a cutoff frequency of omega c equal to 0.2 pi radians per sample. അതായത് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ. എന്ത് ചെയ്യാനാണ്? ഒരു ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാനും അത് യൂസ് ചെയ്യേണ്ട വിൻഡോയും പറഞ്ഞിട്ടുണ്ട്. റെക്റ്റാങ്കുലർ വിൻഡോ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ FAR ലോ പാസ് ഫിൽറ്റർ യൂസിങ് റെക്റ്റാങ്കുലർ വിൻഡോ ആണ് യൂസ് ചെയ്യേണ്ടത്. N കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ Nൻ്റെ വാല്യൂ 7 ആണെന്നും കൊടുത്തിട്ടുണ്ട്. ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.2 pi റേഡിയൻസ് പെർ സാമ്പിൾ ആണ്. ഇത്രയും കണ്ടീഷനാണ് നമുക്ക് കൊടുത്തത്. ഒരു ലീനിയർ ഫേസ് FAR ഫിൽറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ദാറ്റ് ഈസ് ഡിസൈൻ എ ലീനിയർ ഫേസ് FAR ലോ പാസ് ഫിൽറ്റർ വിത്ത് ഫ്രീക്വൻസി റെസ്പോൺസ്. അതായത് ഇതിനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ നമ്മളോട് ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടാണെങ്കിലും ചോദിക്കാം. അത് ഒന്നെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ, അതായത് HD ഓഫ് e raised to j omega equal to 1 for minus omega c less than omega less than or equal to omega c 0 otherwise where omega c equal to 0.2 pi radians per sample and n equal to 7. അപ്പം ഇതേ രീതിയിൽ തന്നെയാണ് ഇതും ചോദിച്ചേക്കുന്നത്. അതായത് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ടു അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അതായത് ആ ലോവർ ഫ്രീക്വൻസിയുടെ രണ്ട് എൻഡിലും അവിടെ മാത്രം വാല്യൂ എന്താണ് 1, ബാക്കിയുള്ള വാല്യൂസിലെല്ലാം എന്താണ് 0. ഇതാണ് ഇതിൻ്റെ മീനിങ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒമേഗ സിയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.2 pi. ഇപ്പോൾ ഇതല്ല ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് ദ ഡിസയേർഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. സോ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്ലോട്ട് ദ ഡിസയേർഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഡിസയേർഡ് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോ പാസ് ഫിൽറ്ററിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ പടങ്ങൾ വരച്ചപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫ്രീക്വൻസി, ഡിജിറ്റൽ ഫ്രീക്വൻസി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ തൊട്ടാണ്? -π to π. അപ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പം ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വൈ ആക്സിസ് വരച്ചിട്ട് ഇവിടെ HD ഓഫ് e raised to j omega എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് -π to π മാർക്ക് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി 0.2 pi ആണ്. അപ്പോൾ 0.2 pi എന്ന് പറഞ്ഞാൽ അതിന് നെഗറ്റീവ്, നമ്മളിപ്പോൾ നെഗറ്റീവ് -π to π എന്നല്ലേ എടുത്തതാണ്. അപ്പോൾ ഇതിന് രണ്ട് ലിമിറ്റും കാണുമല്ലോ. -π to π എന്ന് പറഞ്ഞാൽ മൊത്തം എത്രയാണ്? 2 pi ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 0ക്ക് വിത്ത് റെസ്പെക്ട് ടു ഇങ്ങോട്ട് 0.2 pi. ഇതിൻ്റെ മീനിങ് എന്താണ്? 0.0 തൊട്ട് 0.2 pi വരെ ഈ റീജിയൻ എന്ന് പറയുന്നതാണ് എന്ത്? ലോവർ ഫ്രീക്വൻസി റീജിയൻ. ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞ് കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്താവും? 0. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0.2 pi വരെയുള്ള ഫ്രീക്വൻസീസ് കടത്തിവിടും. അതിന് ശേഷമുള്ള ഹയർ ഫ്രീക്വൻസീസിനെ എല്ലാം എന്താണ്? കടത്തിവിടത്തില്ല. സോ ദാറ്റ് മീൻസ് 0 തൊട്ട് 0.2 pi വരെയുള്ള വാല്യൂ ആണെന്ന് പറഞ്ഞേക്കണം. അപ്പം ഞാൻ ആ വാല്യൂ 1 ആയിട്ട് എടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് അതിൻ്റെ ഫേസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് 1 ആയിട്ട് എടുക്കാം. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെടുത്തു? 0 to 0.25 ഇവിടെ വരെയുള്ള വാല്യൂ HD ഓഫ് e raised to j omega'യുടെ വാല്യൂ എന്താണെന്നാണ് അതിൻ്റെ മീനിങ് 1. അതുപോലെ തന്നെ അതല്ലേ -omega c to omega എന്ന് പറയുമ്പോൾ എന്താ? -0.2 pi. അപ്പോൾ ഇതിന് -omega c ലെസ് ദാൻ omega ലെസ് ദാൻ 0.2 pi എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ omega cയുടെ വാല്യൂ എത്ര കൊടുത്താണ്? 0.2 pi. അപ്പോൾ -omega c തൊട്ട് omega c വരെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? -0.2 pi തൊട്ട് 0.2 pi വരെ വാല്യൂ എന്തായിരിക്കണം? 1. അപ്പോൾ നമ്മൾ 0യിൽ നിന്ന് -0.2 pi തൊട്ട് 0.2 pi വരെ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ബാക്കി
-0.25 ടു പൈയും 0.25 ടു പൈ ഇത്രയും റീജിയനിലെ വാല്യൂ എന്തായിരിക്കും? 0 അതർവൈസ് എന്നല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചു. അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് കൊടുത്ത് ഇതിൽ നിന്ന് നമ്മൾ വരച്ചെടുക്കാം. ഇങ്ങനെ കൊടുത്താൽ നമ്മളിത് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന അസംഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്താണ് HDF എന്ന് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 1 ആയിട്ട് എടുത്തിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ജനറലി പഠിച്ച ഇക്വേഷൻ എന്താണ്? ലീനിയർ ഫേസ് ഫിൽറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? HDF is equal to നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ HDF is equal to ഒരു ലീനിയർ ഫേസ് ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? C × -j ആൽഫ ഒമേഗ. ഓർമ്മയുണ്ടോ? ഇത് വെച്ചല്ലേ നമ്മൾ പ്രോബ്ലം എല്ലാം ചെയ്തത്. ഇവിടെ നമുക്ക് ഈ C എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. പിന്നെ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞ ടേം ഇവിടെ ഇല്ല. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ടേം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആൽഫ ഈക്വൽ ടു 0 ആണ്. ആൽഫ ഈക്വൽ ടു 0 ആകുമ്പോൾ സിമെട്രിസിറ്റി വരുന്ന എവിടെയാണ്? വിത്ത് റെസ്പെക്ട് ടു n ഈക്വൽ ടു 0 ആണ്. നമ്മൾ 6 കേസസ് കൺസിഡർ ചെയ്തു. 6 കേസസ് കൺസിഡർ ചെയ്തതിൽ ആൽഫ ഈക്വൽ ടു n-1/2 ആണെങ്കിൽ നമ്മുടെ സിമെട്രിസിറ്റി എവിടെ തന്നെയായിരുന്നു? n-1/2 ആണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ സിമെട്രിക്ക് എന്താണ് കണ്ടീഷൻ? H(n) ഈക്വൽ ടു H(-n). ഓർമ്മയുണ്ടോ? നമ്മൾ 2 കണ്ടീഷൻ പഠിച്ചു. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? H(n) ഈക്വൽ ടു H(n-1 - സിമെട്രിക്കിൻ്റെ. വേറൊരെണ്ണം നമ്മൾ പഠിച്ചത് H(n) ഈക്വൽ ടു H(-n). ഇങ്ങനെ 2 കണ്ടീഷൻ പഠിച്ചായിരുന്നു. ഇത് രണ്ടും സിമെട്രിക്കിൻ്റെയാണ്. ഈ കേസ് എന്ന് പറയുന്നത് അതിൽ ആൽഫയുടെ വാല്യൂ എന്തായിരുന്നു? n-1/2. അങ്ങനെയാണെങ്കിൽ സിമെട്രിക് ആവുന്നത് എന്നിൻ്റെ ഏത് വാല്യൂലായിരുന്നു? n-1/2. അതുകൊണ്ടാണ് നമ്മളെടുത്ത ഇക്വേഷൻ H(n) ഈക്വൽ ടു H(n-1 - ഇനി നമ്മൾ പറയുന്ന കേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കുന്ന ആൽഫയുടെ വാല്യൂ 0. ആൽഫയുടെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ സിമെട്രിസിറ്റി വരുന്ന എവിടെയാണ്? 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന കണ്ടീഷൻ? H(n) ഈക്വൽ ടു H(-n). അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന സിമെട്രിക് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്ത് 5ാമത്തെ കേസായ H(n) ഈക്വൽ ടു H(-n). ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ ഈ കണ്ടീഷനായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കാണണം. അതായത് HDF ൽ നിന്ന് നമുക്ക് എന്ത് കാണണം? HDF കാണണം. HDF കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/2π - π to π HDF into e⁻ dω. ഇത് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കാണാനുള്ള ഇക്വേഷനാണ്. 1/2π - π to π HDF into e⁻ dω. ഇവിടെ HDF എന്ന് പറയുന്ന വാല്യൂ 1 ആവുന്നത് എപ്പോഴാണ്? -0.25 to 0.25. അപ്പം നമുക്ക് ഇക്വേഷൻ എന്തായി മാറും? ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് -π to πക്ക് പകരം നമ്മൾ എന്ത് എഴുതും? ഈ -π to പകരം നമ്മൾ എന്ത് എഴുതും? -0.25 to 0.25. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ HDF എന്ന് പറയുന്നത് എന്തായി മാറി? 1/2π ഇൻ്റഗ്രൽ -0.25 to 0.25 1 into e⁻ dω. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? 1/2π e⁻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? e⁻ ഡിവൈഡഡ് ബൈ jn അല്ലേ? jn ലിമിറ്റ് എവിടെ തൊട്ട് വരും? -0.25 to 0.25. ഓക്കെ, ഇത് ചെയ്തു. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പം e⁻j.25 into n മൈനസ് e⁻j.25 into n എന്ന് വരും. ഇതെന്ന് പറയുന്നത് ഏത് ഫോമാണ്? ദിസ് ഇസ് ഓഫ് ദ ഫോം e⁻j⁻θ മൈനസ് e⁻j⁻θ. e⁻j⁻θ മൈനസ് e⁻j⁻θ എന്ന് നമുക്ക് എന്ത് എഴുതാം? 2j sin θ എന്ന് എഴുതാമല്ലോ. എഴുതത്തില്ലേ? ആ രൂപത്തിലാണ് ഇവിടെ എഴുതുന്നത്. സോ ദാറ്റ് ഇസ് 2j sin into 0.25 എന്ന് എഴുതി. ദാറ്റ് ഡിവൈഡഡ് ബൈ 2πj. അപ്പോൾ ഇവിടുത്തെ 2 ക്യാൻസലായി, ഇവിടുത്തെ ജെയും ക്യാൻസലായി. പിന്നെ ഏതാണ്? പൈയും എന്നും ഉള്ളു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? HDF is equal to sin of 0.25n ഡിവൈഡഡ് ബൈ π into n എന്ന് കിട്ടി.
ഇനി ഈ കേസ് ഇതാണ് നമുക്ക് HD(n) കിട്ടിയത്, അതായത് ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ്. ഈ ഇക്വേഷൻ ഈ എല്ലാ വാല്യൂവിലും സാറ്റിസ്ഫൈഡ് ആണ്, ബട്ട് ഫോർ ഓൾ n എക്സെപ്റ്റ് n=0. കാരണം എന്താ, ഇവിടെ നമ്മൾ n-ന് 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് സൈൻസ് ബൈ 0 എന്നല്ലേ, എനിത്തിങ് ബൈ 0 എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫിനിറ്റിയാണ്. അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് HD(n) = sin of 0.2πn divided by n(pi) is satisfied for all n എക്സെപ്റ്റ് n=0. n=0 ആകുമ്പോൾ മാത്രം ഈ വാല്യൂ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. കാരണം ഇവിടെ 0 ആകുമ്പോൾ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ കേസിൽ മാത്രം നമ്മൾ ലിമിറ്റ് ഇട്ട് ചെയ്യും. അതായത് എൽ ഹോസ്പിറ്റൽസ് റൂൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ലിമിറ്റ് n ടെൻസ് ടു, നമ്മൾ പഠിച്ചിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്? ലിമിറ്റ് θ ടെൻസ് ടു 0 sin θ/θ എന്താണ് 1. അപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് n ടെൻസ് ടു 0 sin 0.2πn/nπ. അപ്പോൾ നമുക്കിത് θ/θ എന്നാക്കണം. θ/θ എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0.2 ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു 0.2 ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 0.2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ മേളിൽ ഒരു 0.25 വരും. അതാണ് ഞാനിവിടെ ചെയ്തേക്കണേ. ലിമിറ്റ് n ടെൻസ് ടു 0 sin 0.2π × n ഡിവൈഡഡ് ബൈ ഈ പോയിൻറ്റ്, എന്നാലല്ലേ θ/θ. അപ്പോൾ അവിടെ ഇവിടെ ഒരു 0.2 എടുത്തു. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യണം. ഇവിടെ ഞാൻ എന്തെടുക്കണം? ഒരു 0.2 എടുക്കണ്ടേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ഇത്രയും പോർഷൻ എന്ന് പറയുന്ന ആൻസർ എന്തായി മാറി? ദിസ് ഈസ് ഓഫ് ദ ഫോം ലിമിറ്റ് θ ടെൻസ് ടു 0 sin θ/θ എന്നുള്ള ഫോമിൽ വന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായി മാറി? 0.2 ആയി മാറിയില്ലേ? ദിസ് ഫോൾ തിങ്സ് എന്ന് പറയുന്നത് എന്താവും? 1 ആവത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താവും? 0.2 × 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 0.2 കിട്ടും. ക്ലിയർ ആയോ? സോ ഫസ്റ്റ് കേസിൽ നമുക്ക് നമ്മൾ ആ ഫോമിൽ ഏതാ എടുക്കുന്നത്, ആ രീതിയിൽ എടുക്കുവാണ്. അപ്പോൾ നമുക്കത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എടുത്താൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n=0യുടെ കേസിൽ HD(n) എന്ന് പറയുന്നത് എന്തായി കിട്ടി? 0.2. ബാക്കിയുള്ള കേസസിലെല്ലാം എന്താണ്? sin 0.2πn ഡിവൈഡഡ് ബൈ πn ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 3. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സീക്വൻസ് എന്താണ്? ഒരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണ്. അപ്പോൾ അതിനെ ഫൈനൈറ്റ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന n സാമ്പിൾസിലേക്ക് മാറ്റണം. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് n സാമ്പിൾസിലേക്ക് മാറ്റണം. അപ്പോൾ അതിനാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വിൻഡോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിമെട്രിസിറ്റി വരുന്ന എന്തിൽ റെസ്പെക്റ്റാണ്? n=0. കാരണം എന്താണ്? നമുക്കിങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു n=0 എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. കാരണം α=0 ആണല്ലോ. അപ്പോൾ n=0 ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് നെഗറ്റീവ് ഹാഫും ഉണ്ട്, അതുപോലെ ഇവിടെ പോസിറ്റീവ് ഹാഫും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോ എടുക്കുമ്പോഴും ഒരേ ലെങ്ത്തുള്ള ഒരേ ഇത്, അതായത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ബേസിക്കലി എ നോൺ കോസൽ സിസ്റ്റമാണ്. അപ്പോൾ നോൺ കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെന്നാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ HD(n)നെ n സാമ്പിൾസ് ഫൈനൈറ്റ് ആക്കി മാറ്റണം. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു നോൺ കോസൽ വിൻഡോ വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ ചൂസ് എ ഡിസൈർഡ് വിൻഡോ സീക്വൻസ് W(n) ആൻഡ് മൾട്ടിപ്ലൈ HD(n) വിത്ത് W(n) ടു ഗെറ്റ് എ ഇമ്പൾസ് റെസ്പോൺസ്. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ കിട്ടിയ HD(n)നെ നമ്മുടെ വിൻഡോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം കിട്ടുന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇമ്പൾസ് റെസ്പോൺസ്. സോ അതായത് നമ്മൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എത്രയാണ്? n സാമ്പിൾസിനാണ്. ഇവിടെ n-ൻ്റെ വാല്യൂ നമ്മൾ എടുക്കാൻ പോകുന്ന ഏതാണ്? -n-1/2 ടു +n-1/2. എന്തുകൊണ്ടാണ് -2 എടുക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്നത് α=0 ആണ്. α=0 എന്ന് പറഞ്ഞാൽ സിമെട്രിസിറ്റി എവിടെയാണ് വരുന്നത്? n=0. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന സിമെട്രിക് കണ്ടീഷൻ ഏതാണ്? h(n) = h(-n). അപ്പോൾ ആ കേസിൽ നമ്മുടെ കൃത്യം പകുതി അപ്പുറത്തിപ്പുറത്തും വേണം. സോ ദാറ്റ് മീൻസ് n എന്ന് പറയുന്നത് എന്താണ്? -n-1/2 ടു +n-1/2 ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ അപ്പോൾ അതെന്തായി മാറി? അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ വിൻഡോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് WR(n) = 1 ഫോർ n = -n-1/2 ടു +n-1/2. ബാക്കി കേസിലെല്ലാം എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? അപ്പോൾ നമുക്കിവിടെ n-ൻ്റെ വാല്യൂ എന്താണ്? 7. ഇവിടെ n-1/2 എന്ന് പറഞ്ഞാൽ എന്താ? 3. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കുലർ വിൻഡോ എന്ന് പറഞ്ഞാൽ വാല്യൂ 1 ആണ് ഫോർ -3 to 3.
ബാക്കിയുള്ള കേസിൽ എന്താണ് 0. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ് പറഞ്ഞാൽ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് എൻ. എച്ച് ഡി ഓഫ് എൻ ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഡബ്ല്യു ഓഫ് ആർ ഓഫ് എൻ. എടുക്കേണ്ട ലിമിറ്റ് എന്താണ്? -n-1/2 ടു +n-1/2. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ. എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്നിൻ്റെ വാല്യൂ എവിടെ തൊട്ടാണ് വരികയെന്ന്? n-1/2 ടു +n-1/2 എന്ന് പറഞ്ഞാൽ എന്താ? -3 to 3 ആണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് നമ്മൾ എടുത്തേണ്ട വാല്യൂ എത്രയാണ്? 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ എന്താ? h(d)(e)(jω). അതിൽ വാല്യൂ നമ്മൾ എത്രയെന്ന് എടുത്തേക്കണം? ഈക്വൽ ടു 1 എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആൽഫ ഈക്വൽ ടു 0. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു നോൺ കോസൽ ഫിൽറ്റർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ കാണും. മനസ്സിലാവുന്നുണ്ട്? അതായത് നോൺ കോസൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുക്കുമ്പോൾ തന്നെ പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് വരുന്നു. സോ അപ്പോൾ നോൺ കോസൽ ഫിൽറ്റർ കോഎഫിഷ്യൻ്റ് ആണ് വിത്ത് എബൌട്ട് n ഈക്വൽ ടു 0. അപ്പോൾ ആ കേസിൽ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്താണ്? എച്ച് ഡി ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് മൈനസ് എൻ. അതായത് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. അപ്പോൾ നമുക്ക് വാല്യൂ എവിടം തൊട്ട് എവിടം വരെ കാണണം? -3 to 3 ആണ്. പക്ഷേ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എച്ച് ഓഫ് 3 കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും എന്ത്? എച്ച് ഓഫ് -3. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടം വരെ കണ്ടുപിടിച്ചാൽ മതി? 0 to 3 വരെ കണ്ടുപിടിച്ചാൽ പോരെ. കാരണം എന്താ? -1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എച്ച് ഓഫ് 1. -2 എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഓഫ് 2. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ എന്നിന് ഓരോ വാല്യൂ 0, 1, 2, 3 ഇട്ടിട്ടുള്ള, അതായത് ഈ എച്ച് ഡിക്ക് 0, 1, 2, 3 കണ്ടുപിടിച്ചിട്ടുള്ള എച്ച് ഓഫ് എൻ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇവിടെ എച്ച് ഓഫ് എൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് കണ്ടീഷനാണ്? n ഈക്വൽ ടു 0യിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ എച്ച് ഓഫ് എൻ ഈക്വൽ ടു ഏതാണ്? എച്ച് ഓഫ് മൈനസ് എൻ. അതുകൊണ്ട് നമുക്ക് എച്ച് ഓഫ് എൻ എവിടെ തൊട്ട് കണ്ടുപിടിച്ചാൽ മതി? n ഈക്വൽ ടു 0 തൊട്ട് 3 വരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് n ഈക്വൽ ടു 0. n ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താ? എച്ച് ഓഫ് 0 ഈസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് 0 ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് 0. ഡബ്ല്യു ആർ ഓഫ് 0 നോക്കണ്ട, കാരണം എന്താ? റെക്റ്റാങ്കുലർ വിൻഡോയുടെ വാല്യൂ എല്ലാം എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ച് ഡി ഓഫ് 0 ഓൾറെഡി നേരത്തെ ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചില്ലേ? എത്രയായിരുന്നു? 0.2. അപ്പോൾ 0.2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 0.2. ഇനി അടുത്ത കേസ് എന്താണ്? n ഈക്വൽ ടു 1. n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഓഫ് 1 ഈക്വൽ ടു എച്ച് ഡി ഓഫ് 1 ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് 1. എച്ച് ഡി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എച്ച് ഡി ഓഫ് എന്നിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച്? sin 0.2 nπ ഡിവൈഡഡ് ബൈ nπ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താണ്? 1. സോ ദാറ്റ് ബിക്കം sin 0.2π/π. ഇതിൻ്റെ ഒരു വാല്യൂ ഞാൻ നിങ്ങളെ കാണിച്ചേക്കാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾ റേഡിയൻ മോഡിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും ഡിഗ്രി മോഡിലിട്ട് ചെയ്യരുത്, ആൻസർ തെറ്റിപ്പോവും. റേഡിയൻ മോഡിൽ, അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത് കാൽക്കുലേറ്റർ ഇൻ റേഡിയൻ മോഡ്. അത് ഓർത്തിരുന്നോണം. അപ്പോൾ ഞാൻ 0.2 ഇൻറ്റു പൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 0.628 ആണ്. അതിൻ്റെ സൈൻ എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഏകദേശം 0.587 എങ്ങാണ്ടാണ്. ദാറ്റ് ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന 0.1871. ഇത് നിങ്ങൾക്ക് ചെയ്യുന്നത് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഒരു വാല്യൂ മാത്രം ഞാൻ കാണിച്ചേക്കണത്. ഇനി അടുത്ത എന്താണ്? n ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ എച്ച് ഓഫ് 2 കൊടുക്കുക. എച്ച് ഓഫ് 2 കൊടുക്കുമ്പോൾ എന്തുവരും? എച്ച് ഡി ഓഫ് 2 ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് 2. ഇതേ ക്വസ്റ്റ്യനിൽ ഇവിടെ 1ന് പകരം 2 കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 0.1514. അടുത്തത് എന്താണ്? n ഈക്വൽ ടു 3. n ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ എച്ച് ഡി ഓഫ് 3 ഇൻറ്റു ഡബ്ല്യു ആർ ഓഫ് 3 ആണ്. അപ്പോൾ അവിടെയും 3ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0.1009. ഇനി ഇത്രയും കണ്ടുപിടിച്ചാൽ പോരെ. കാരണം എന്താ? പിന്നെ ഇനി കാണേണ്ടത് എന്താണ്? -1 കാണണം, -2 കാണണം, -3 കാണണം. അത് കാണാൻ എളുപ്പമല്ലേ? കാരണം എന്താണ്? നമ്മുടെ കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് -1 ഈക്വൽ ടു എച്ച് ഓഫ് 1ഉം എച്ച് ഓഫ് -2, കാരണം എന്താ? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് -n ആണ്. അപ്പം എച്ച് ഓഫ് -2 എന്ന് പറയുന്നത് എച്ച് ഓഫ് 2 ആയിരിക്കും, എച്ച് ഓഫ് -3 എന്ന് പറയുന്നത് എച്ച് ഓഫ് 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയത് എടുത്തെഴുതി. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എച്ച് ഓഫ് എൻ കണ്ടുപിടിച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു FAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യാണ്. FAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കാണേണ്ടത്? എച്ച് ഓഫ് ഇസഡ്. എച്ച് ഓഫ് ഇസഡ് ആണ് നമുക്ക് കാണേണ്ടത്. എച്ച് ഓഫ് ഇസഡ് കാണണേ നമുക്ക് എച്ച് ഓഫ് എൻ കാണണ്ടേ? എച്ച് ഓഫ് എൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. എന്താണ് കാണേണ്ടത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് 4 ആണ്. ടേക്ക് ദി ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എൻ. ഇപ്പം നമുക്കൊരു നോൺ കോസൽ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ അതിനെ കോസലാക്കി മാറ്റിയിട്ടുള്ള ഫൈനൽ എക്സ്പ്രഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ? അതിൻ്റെ ഇക്വേഷൻ ഇതാണ്.
അതായത് ഇസഡ് ട്രാൻസ്ഫോം കാണാൻ, അതായത് ഇസഡ് ട്രാൻസ്ഫോം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു z raised to minus of n minus 1 by 2 sigma n equal to minus n minus 1 by 2 to n minus 1 by 2 h of n z raised to minus n. ഇവിടെ n മൈനസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ 3. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി z raised to minus 3 into sigma n equal to minus 3 to 3 h of n z raised to minus n. ഇനി ഇസഡ് റേസ് ടു മൈനസ് 3, ഇനി എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്തുവരും എച്ച് ഓഫ് മൈനസ് 3 ഇസഡ് റേസ് ടു 3. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 3 വരത്തില്ലേ. എച്ച് ഓഫ് മൈനസ് 2 ഇൻറ്റു എന്നിന് മൈനസ് കൊടുക്കുമ്പോൾ പ്ലസ് വരും, അതാണ് ഇസഡ് റേസ് ടു 2. എച്ച് ഓഫ് മൈനസ് 1 ഇസഡ് റേസ് ടു 1. എച്ച് ഓഫ് 0 ഇസഡ് റേസ് ടു 0. എച്ച് ഓഫ് 1 ഇസഡ് റേസ് ടു മൈനസ് 1. എച്ച് ഓഫ് 2 ഇസഡ് റേസ് ടു മൈനസ് 2. എച്ച് ഓഫ് 3 ഇസഡ് റേസ് ടു മൈനസ് 3. ശരിക്കും ഈ ബ്രാക്കറ്റിനകത്തുള്ളതെന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ കോസൽ ഫിൽറ്ററാണ്. ഒരിക്കലും ഒരു നോൺ കോസൽ ഫിൽറ്റർ നമുക്ക് പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യണമെങ്കിൽ എല്ലാം എന്തായിരിക്കണം? കോസൽ ഫിൽറ്ററാണ്. ഈ കോസൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കോസൽ എന്ന് പറയുന്നത് എല്ലാം പ്രസൻറ്റിന്, ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറ്റുമോ? ഇല്ല. അതായത് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് ഉണ്ട്. പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് കാണിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറാണ്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ നിങ്ങൾ പഠിക്കുമ്പോൾ അറിയുന്നുണ്ട് n-1 ഉണ്ട്, n+1 ഉണ്ട്. n-1ൻ്റെ എന്ന് പറയുന്നത് നമുക്ക് എന്താ, ഫ്യൂച്ചറാണ് അല്ലേ. അപ്പം ആ ഓരോ കേസസിലും നമ്മൾ എടുക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് കാണുമ്പോഴേ നമ്മളതെന്ത് മനസ്സിലാക്കണം? നോൺ കോസൽ സിസ്റ്റം ആണെന്നല്ലേ. അപ്പോൾ ഇതിനെ കോസലാക്കി മാറ്റണ്ടേ. കോസലാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇസഡ് റേസ് ടു മൈനസ് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻ എഫക്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നോക്കിക്കേ. ഈ ഇസഡ് റേസ് ടു മൈനസ് 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് മൈനസ് 3 ഇസഡ് റേസ് ടു 0. കാരണം -3 + 3 ചെയ്യുമ്പോൾ 0 വരും. അടുത്തതോ എച്ച് ഓഫ് -2 -3 + 2 ചെയ്യുമ്പോൾ -1 വരും. അടുത്തത് എച്ച് ഓഫ് -1 ഇസഡ് റേസ് ടു -2. എച്ച് ഓഫ് 0 ഇസഡ് റേസ് ടു -3. എച്ച് ഓഫ് 1 ഇസഡ് റേസ് ടു -4. എച്ച് ഓഫ് 2 ഇസഡ് റേസ് ടു -5. എച്ച് ഓഫ് 3 ഇസഡ് റേസ് ടു -6. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്തായി നോക്കി, എല്ലാ പവറും എന്തായി? നെഗറ്റീവ് പവേഴ്സായി. അപ്പോൾ ഇതെന്തായി? ഒരു കോസൽ ഫിൽറ്ററായി. ഇങ്ങനെയുള്ളൊരു ഫിൽറ്ററിനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്താൽ മാത്രം മതി? ഇപ്പോൾ കണ്ടുപിടിച്ച് എച്ച് ഓഫ് -3 ആ ഓരോ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച് എച്ച് ഓഫ് -3, എച്ച് ഓഫ് -2, എച്ച് ഓഫ് -1, എച്ച് ഓഫ് 0 എന്നുള്ള വാല്യൂ കണ്ടുപിടിച്ച് അത് തന്നെയായിരിക്കും എന്തിൽ? എച്ച് ഓഫ് 1ൽ. കാരണം -3യുടെ വാല്യൂ ആയിരിക്കും എച്ച് ഓഫ് 3, -2ൻ്റെ വാല്യൂ ആയിരിക്കും എച്ച് ഓഫ് 2, -1ൻ്റെ വാല്യൂ ആയിരിക്കും എച്ച് ഓഫ് 1. അപ്പോൾ നേരത്തെ കിട്ടിയ വാല്യൂസ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് ബിക്കംസ് 0.1009 ഇസഡ് റേസ് ടു 0 പ്ലസ് 0.154 ഇസഡ് റേസ് ടു -1 പ്ലസ് 0.1871 ഇസഡ് റേസ് ടു -2 പ്ലസ് 0.2 ഇസഡ് റേസ് ടു -3, 0.1871 ഇസഡ് റേസ് ടു -4 പ്ലസ് 0.1514 ഇസഡ് റേസ് ടു -5 അങ്ങനെ കിട്ടി. ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള എടുത്തു. ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ജസ്റ്റ് ഇത്രയും, അതായത് ഡിസൈൻ എ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ചിലപ്പോൾ ഇതിൻ്റെ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാലോ എന്ന് ഓർത്ത് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതായത് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാമിന് ചോദിക്കുകയാണെങ്കിലും മുഴുവൻ പ്ലോട്ട് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ആ ഫൈനൽ ഇക്വേഷൻ എഴുതി തൽക്കാലം സ്റ്റോപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സമയം തികയത്തില്ല. ഇത്രയേ ചോദിക്കത്തുള്ളൂ. ഇനി എങ്ങാനും ചോദിച്ചാലോ എക്സ്ട്രായും കൂടി ചോദിച്ചാലോ എന്ന് ഓർത്തുള്ള ഒരു അഡീഷണൽ സ്റ്റെപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ അഡീഷണൽ സ്റ്റെപ്പാണ് ഈ കാണിച്ചേക്കുന്നത്. ദാറ്റ് ഇസ് സ്റ്റെപ്പ് 5. ഫൈൻഡ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ഫിൽറ്റർ. ഇവിടെ നമ്മൾ ആ ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറൈവ് ചെയ്തില്ലേ. ഇതിൽ നമ്മൾ ശരിക്കും എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് എന്നോടും സിമെട്രിക്കും സിമെട്രിസിറ്റി അറ്റ് n=0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എച്ച് ഓഫ് e⁻ h h of 0 പ്ലസ് സിഗ്മ n=1 n-1/2 2h of n cos ωn. എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എച്ച് ഓഫ് 0 n=1 n-1/2 എന്ന് പറയുമ്പോൾ 3 വരും, 2h of n cos ωn. ഇനി എന്നിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ എങ്ങനെ വരും? എച്ച് ഓഫ് 0 പ്ലസ് 2h of 1 cos ω പ്ലസ് 2h of 2 cos 2 ω പ്ലസ് 2h of 3 cos 3 ω എന്ന് പറഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 0.2 പ്ലസ് 2 ഇൻറ്റു
ആ വാല്യൂസ് ഇട്ട് കൊടുക്കുക. എച്ച് ഓഫ് വണ്ണിൻ്റെ വാല്യൂ കൊടുക്കുക, എച്ച് ഓഫ് ടുവിൻ്റെ കൊടുക്കുക, എച്ച് ഓഫ് ത്രീയുടെ കൊടുക്കുക. അത് മൾട്ടിപ്ലൈ ആയിട്ട് ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അല്ലാതെ ഇനി റെസ്പോൺസ് വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല. ഇത്രയും ചെയ്താൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ അങ്ങോട്ട് സമയം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു റെസ്പോൺസ് വരയ്ക്കുന്ന പോലെ ഓരോ വാല്യൂ ഓഫ് ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എച്ച് ഓഫ് ഇറേസ് ടു ജെ ഒമേഗ കിട്ടും. എന്നിട്ട് അത് നമ്മൾ പ്ലോട്ട് ചെയ്ത് വേണം കാണാൻ. തൽക്കാലം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. താങ്ക് യു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മളിവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു FAR ഫിൽറ്റർ ഡിസൈനാണ്. FAR ഫിൽറ്റർ ഡിസൈനിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്നൊന്ന് ഞാൻ ജസ്റ്റ് റഫായിട്ട് പറയാം. ആദ്യം നമ്മൾ എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്തു. ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലോ പാസ് ഫിൽറ്റർ ആയിരുന്നു അല്ലേ? ലോ പാസ് ഫിൽറ്ററിൻ്റെ എങ്ങനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? നമുക്കറിയാം ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും വരയ്ക്കുമ്പം ഒമേഗ ലിമിറ്റ് എവിടെയായിരിക്കും? -π to π ആണ്. ഓക്കെ, എന്നിട്ട് എന്താണ്? HD(e⁻j ഒമേഗ. ഇവിടെ എത്രയാണെന്നാ കട്ട് ഓഫ് ഫ്രീക്വൻസി പറഞ്ഞാൽ 0.25. അപ്പോൾ 0.25 തൊട്ട് മൈനസ്, ഇവിടെ -0.25യും ഇവിടെ 0.25 വെച്ച് വാല്യൂ കൊടുത്തു. ഇവിടെ വാല്യൂ നമ്മൾ 1 ആയിട്ട് എടുത്തു. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല, അപ്പം നമ്മളതങ്ങ് അസ്യൂം ചെയ്തെടുക്കുകയാണ് 1. അപ്പോൾ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ച ലീനിയർ ഫേസ് ഫിൽറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എന്താ? C(e⁻j α ഒമേഗയാണ്. അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണത്. എത്രയാണ്? 1 ആണ് കൊടുത്തേക്കണത്. അപ്പോൾ ആൽഫ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഹിയർ ആൽഫ ഈക്വൽ ടു 0. ആൽഫ ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ആ കേസിൽ നമ്മുടെ സിമെട്രിസിറ്റി വരുന്ന ഏത് കേസിലാണ്? n ഈക്വൽ ടു 0യിലാണ്. നോട്ട് n ഈക്വൽ ടു n-1/2 സിമെട്രിസിറ്റി വരുന്നത്. എവിടെയാണ്? n ഈക്വൽ ടു 0. n ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഏതാണ്? h(n) ഈക്വൽ ടു h(-n). ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി ഇത് വരുന്ന ഒരു കേസുണ്ട്, അത് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ കൂടുതൽ പ്രോബ്ലം ഇത് വെച്ചാണ് ചെയ്യുന്നത്. റെയറായിട്ട് മാത്രം ഇങ്ങനെ ചോദിക്കുന്ന ഒരു കേസുണ്ട്, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം h(n) ഈക്വൽ ടു h(-n). അപ്പോൾ ഈ കേസ് കിട്ടിയല്ലോ. ഇനി നമ്മൾ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? HD(n) അതാണ് സ്റ്റെപ്പ് 2. HD(n) കാണാൻ ഏതാണ്? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ 1/2π മൈനസ് π to π HD(e⁻j ഒമേഗ ഇൻറ്റു e⁻j⁻n d⁻. ഓക്കെ, എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് HD(n) കിട്ടി. HD(n) കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഓർമ്മയുണ്ടോ? HD(n) കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നിന് ഈ കിട്ടിയതിൽ n ഈക്വൽ ടു 0 പറ്റത്തില്ല. അപ്പോൾ അതിൽ മാത്രം ലിമിറ്റ് θ→θ എന്നുള്ള sin⁡θ/θ ഫോം കൊടുത്ത് നമ്മളിത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഓരോ വാല്യൂ ഓഫ് എന്നിന് കണ്ടുപിടിച്ചു. HD(1) കണ്ടുപിടിച്ചു, HD(2). അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് വിൻഡോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമുക്ക് വിൻഡോ ചെയ്തപ്പോൾ എളുപ്പമാണ്, കാരണം റെക്റ്റാങ്കുലർ വിൻഡോ ആയതുകൊണ്ട് വാല്യൂ എല്ലാം എന്താണ്? 1 ആണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന -3 to n, കാരണം ലിമിറ്റ് വേരി ചെയ്യുന്ന സിമെട്രിസിറ്റി വിത്ത് റെസ്പെക്ട് ടു n ഈക്വൽ ടു 0 ആകുമ്പം നെഗറ്റീവ് എന്നും ഉണ്ട് പോസിറ്റീവ് എന്നും ഉണ്ട്. ആ കേസിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം നമ്മളെടുത്ത് എന്താണ്? HD(n) ഇൻറ്റു WR(n). എന്നിട്ട് എന്താണ്? എന്നിന് 0യുടെ 1, 2, 3 ഈക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. അത്രയും കണ്ടുപിടിച്ചാൽ മതിയല്ലോ, കാരണം ബാക്കിയെല്ലാം എന്താണ്? -1നും -2നും -3ക്കും എല്ലാം ഈ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്തത്. അങ്ങനെ ചെയ്ത് നമുക്ക് h(0) കിട്ടി, h(1) കിട്ടി, h(2) കിട്ടി, h(3) കിട്ടി, -1 കിട്ടി, -2 കിട്ടി, -3 കിട്ടി. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താണ്? Z ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണം. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ എന്താണ്? അതാണ് ഇക്വേഷൻ. Z(-n-1/2) n ഈക്വൽ ടു -n/1/2 h(n-1/2) h(n) Z(-n). ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ളതെന്ന് പറയുന്ന ഒരു നോൺ കോസൽ ഫിൽറ്ററാണ്. നോൺ കോസൽ ഫിൽറ്ററിൽ ഒരിക്കലും റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ കോസലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുമ്പോൾ എല്ലാം നെഗറ്റീവ് പവേഴ്സ് ഓഫ് Z കിട്ടും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻ എ ഫിൽറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വരെ സ്റ്റെപ്പ് എഴുതണം. എന്നിട്ട് ഈ വാല്യൂസ് എടുത്ത് എഴുതണം. വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ ഇപ്പം നമ്മുടെ ഇക്വേഷൻസ് എന്തായി മാറി? ഇതെന്ന് പറയുന്നത് ഇതിപ്പോൾ h(0), ഇതിപ്പോൾ ഫുൾ ടേം മാറിയില്ല. സോ ഹിയർ നമ്മൾ എങ്ങനെ എഴുതണം? h(0)യുടെ വാല്യൂ എത്രയാണ്? 0.1009, കാരണം ഇത് ഓരോ പവർ h(0). അടുത്ത് എന്ത് എഴുതണം? h(1). h(1)ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.154 അല്ലേ? അടുത്ത് എന്താണ്? h(2). h(2)ൻ്റെ വാല്യൂ എന്താണ്? 0.1871. അടുത്തത് h(3). h(3)യുടെ വാല്യൂ എന്ന് പറയുന്നത്
0.2. അടുത്തതോ H(4), കാരണം Z⁻⁻n ലാസ്റ്റ് കിട്ടുന്ന ഇങ്ങനെ എടുത്തെഴുതണേ. H(4) എന്ന് പറയുന്നത് എന്താണ്? 0.1871. H(5) എന്ന് പറയുന്നത് എന്താണ്? 0.1514. അടുത്തത് H(6) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1009. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത്. അതായത് ഇതിൽ നിന്ന് നോക്കിയിട്ട് ഈ ഓരോ പൊസിഷൻ വാല്യൂ നോക്കി ആ കറസ്പോണ്ടിങ് എഴുതണം. ഇതാണ് ഫൈനൽ ആൻസർ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.